എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിലെ അവൻ മുഖാന്തരം നമുക്കിരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് എന്ന വചനം യേശുക്രിസ്തുവിന് ജനിക്കുവാനായി തിരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ സന്തതിയായ യാക്കോബിൻ്റെ കുലത്തോട് മോശ മുഖാന്തരം നൽകിയ പഴയ ഉടമ്പടി അഥവാ പഴയ നിയമം മശിഹ എന്ന ക്രിസ്തുയേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച ശേഷം ദൈവത്തിൻ്റെ രൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലെ സകല മനുഷ്യരുടെയും ക്രിസ്തുവിൽ ഒന്നാക്കി ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം സാധ്യമാക്കുവാൻ യേശു ചൊരിഞ്ഞ രക്തത്താൽ മാനവരാശിയെ വീണ്ടെടുത്ത് രക്ഷയുടെ പുതിയ ഉടമ്പടിയായി പുതുക്കിക്കൊടുത്തു. അതാണ് പുതിയ നിയമം. ക്രിസ്തു മുഖാന്തരം ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് എന്നത് രക്ഷയുടെ തൃത്വാധിഷ്ഠിത വഴിയാണ്. അങ്ങനെ ക്രിസ്തുയേശു എന്ന മൂലക്കല്ലിലൂടെ നമ്മെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിത് പിതാവിങ്കിലേക്ക് മാനവജാതിക്കും പ്രവേശനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു. രക്ഷയുടെ അനുഭവത്തിന് നമ്മെ പ്രബുദ്ധമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ നമുക്ക് നിർവഹിച്ച രക്ഷ യഹൂദനെയും അന്യനെയും ഒരുമിച്ച് ചേർത്ത് പിതാവാം ദൈവത്തിങ്കിലേക്ക് പാപപരിഹാരം യാഗം മൂലം അടുപ്പിച്ച് അവർ തമ്മിലും ദൈവവും അവരും തമ്മിലും സമാധാനമുണ്ടാക്കിയിരിക്കുന്നു. ഇത് ഓരോരുത്തരിലും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്യരായിരുന്നവരെല്ലാം ഇപ്രകാരം ദൈവത്തിൻ്റെ ഭവനക്കാരായി തീർന്നു. ഒരേ കുടുംബത്തിലെ സഹോദര വൃന്ദമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ സഹോദരങ്ങളായിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മാനവജാതിയുടെ ഐക്യമായി വിശുദ്ധ കുർബാനയിലൂടെ സാർവത്രികതയെ പകരുന്നു. പഴയ നിയമം പുതുക്കി പുതിയ ഉടമ്പടി ഒരുക്കിയ ക്രിസ്തുവിൻ്റെ ശരീരം ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്മേളന രംഗമാണ്. പരസ്പരം വൈരികളായ രണ്ട് ജാതികളെ ഒന്നാക്കി പുതിയ മാനവ സമൂഹത്തിന് സാക്ഷ്യം വഹിച്ച കുരിശ് ക്രിസ്തുവിലുള്ള മനുഷ്യരുടെ സ്വതന്ത്ര സമ്മേളനത്തിൻ്റെ വിളംബരം മുഴക്കുന്ന പെരുമ്പറയും കാഹളവുമാണ്. ഈ അർത്ഥത്തിലാണ് കുരിശുവരെയും കുരിശുവന്ദനവും ആരാധനയുടെ പ്രതീകങ്ങളാകുന്നത്. നമ്മെ ഏവരെയും ഒന്നായി കൂട്ടി യോജിപ്പിച്ചത് പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ആത്മീയ ഗ്രഹമായി ക്രിസ്തുയേശു എന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെടുവാനാണ്. അങ്ങനെ നാം ഐക്യത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ വിശുദ്ധിയുടെ ജ്വലിക്കുന്ന മന്ദിരമായി വളരുവാൻ വചനഭാഗം നമുക്ക് വെളിച്ചം പകരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.